ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, ബലഹീനരാടിയങ്ങൾക്ക് ഈ 6-ാം സ്റ്റേജിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങൊരിക്കൽ എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ടും അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കുന്നതിൻ്റെ മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കെടുക്കുവാൻ അവരെ സഹായിക്കണമേ. നിൻ്റെ എല്ലാ സംവിധാനങ്ങളോടും സജ്ജീകരണങ്ങളോടും കൂടെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഒരു കേടുപാടോ കുഴപ്പങ്ങളോ ഇല്ലാതെ ഏറ്റവും മനോഹരമായി ഇതൊക്കെയും റെക്കോർഡ് ചെയ്യുവാനും സംപ്രേഷണം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങേ ജീവിതത്തിൽ അനുഭവമാക്കുവാനും അവിടുത്തെ വചനത്തിൻ്റെ മാധുര്യം അനേകർക്ക് പകർന്നു കൊടുക്കുവാനും ഇത് മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴ് അങ്ങനെയുമായിക്കൊണ്ട് ഈ ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ക്രൗൺ 23 എന്ന മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ 6-ാം സ്റ്റേജിൽ മത്സരിക്കുവാനെത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നേരത്തെയുള്ള സ്റ്റേജുകളെ അപേക്ഷിച്ച് നമ്മുടെ സ്റ്റേജ് ചേഞ്ച് ആയിട്ടുള്ള ഒരു റൗണ്ടുണ്ട്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ റൗണ്ട്സാണുള്ളത്. ആദ്യമേ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്. ഓരോരുത്തർക്കും ഓരോ ചോദ്യം, 5 മാർക്ക് ശരിയായ മറുപടിക്ക്. തെറ്റായിട്ടുള്ള ഉത്തരത്തിന് -1 മാർക്ക്. അതോടൊപ്പം തന്നെ ഉത്തരം നൽകുന്നില്ല എങ്കിൽ മാർക്കൊന്നും നഷ്ടമാവുകയില്ല. അത് മിസ് ജോളി ജയകുമാരൻ ആരംഭിക്കും. രണ്ടാമത്തെ റൗണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. അത് മിസ് സൂസൻ നൈനാനിൽ ആരംഭിക്കും. സെയിം പ്രിൻസിപ്പിൾസ്, ഓരോരുത്തർക്കും ഓരോ ചോദ്യം വീതം. മൂന്നാമത്തേത് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. മിസ്റ്റർ PK പോൾസൺ എന്നായിരിക്കും അത് ആരംഭിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ചോദ്യം വീതം. അടുത്തത് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. പൊതുവായ ചോദ്യങ്ങളാണ്, ബസർ ചോദ്യങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം നാം ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതമാണ് നൽകിയത്. ഈ റൗണ്ടിൽ 2 മാർക്ക് വീതമാണ് ഒരു ചോദ്യം നൽകുന്നത്. 5 ചോദ്യങ്ങൾ 2 മാർക്ക് വീതം 10 മാർക്ക്. റൈറ്റ്? അതാണ് ബസർ ചോദ്യങ്ങളുള്ളത്. ബൈബിൾ ബസർ റൗണ്ട്, ബൈബിൾ ബമ്പർ റൗണ്ട് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ 10 മാർക്സാണ് അതിന് അലോട്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. അടുത്തതായിട്ട് ഈ പ്രത്യേകമായിട്ടുള്ള 6-ാം റൗണ്ടിൽ, അതായത് ഈ ഹോറേബ് സ്റ്റേജിൽ നാം പുതിയ ഒരു റൗണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബൈബിൾ മ്യൂസിക് റൗണ്ട്. ബൈബിളിലെ സംഗീതത്തെക്കുറിച്ചും സംഗീതത്തിന് ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ ചെറിയ റൗണ്ടിൽ നാം ക്രമീകരിക്കുന്നത്. കാരണം ആളാം പ്രതി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇതിൻ്റെ അഗാധമായിട്ടുള്ള തലങ്ങളിൽ നിന്ന് ഒന്നും മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ബട്ട് ഇതൊരു പ്രശ്നോത്തരി ആയിരിക്കുന്നതുകൊണ്ട്, ഇപ്പോൾ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ആയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾ എപ്പോഴും ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്, ക്ലിപ്തപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ചോദ്യം വീതം 3 ചോദ്യങ്ങൾ. റൈറ്റ്. അതാണ് ബൈബിൾ മ്യൂസിക് റൗണ്ട്. അതോടുകൂടി നമ്മുടെ ബേസിക് റൗണ്ട്സ് അവസാനിക്കും. അതിൽ നിന്നൊരു വിജയം കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ മിസ്റ്റർ ലൂയിയുടെ അനുവാദത്തോടുകൂടി ബൈബിൾ ബോംബ് ഉപയോഗിച്ച് വിന്നറെ കണ്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകും. റൈറ്റ്. ഓക്കെ. ഇതാണ് ഇന്നത്തെ നമ്മുടെ റൗണ്ട്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, പ്ലീസ്. ഇല്ല മിസ്റ്റർ പോൾസൺ? ഇല്ല. ഇപ്പോൾ 6 സ്റ്റേജ് ആയല്ലോ. 6 സ്റ്റേജ് ആയിട്ട് ഒരു കുഴപ്പമില്ല, ഒരു സംശയമില്ല. റൈറ്റ്, വെരി ഗുഡ്. യെസ് മിസ്റ്റർ പോൾസ്? ഇല്ല. റൈറ്റ്.
സൂസനും ഇല്ല. ഓക്കെ. അപ്പോൾ എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി പ്ലീസ്. ക്രൈസ്തലോട്, എൻ്റെ പേര് ജോളി ജയകുമാർ, എൻ്റെ സ്ഥലം പിരപ്പൻകോട്. ഞങ്ങൾ കുടുംബമായി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകരായിരിക്കുന്നു. ഈ 6 റൗണ്ടിലും വരുവാൻ ദൈവം എനിക്കൊരു അവസരം കൂടെ തന്നതിന് ഞാൻ ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുത്തത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. സ്തോത്രം. എൻ്റെ പേര് പോൾസൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കുന്നംകുളത്തു നിന്ന് കടന്നു വരുന്നു. ഞാൻ IPC ഹെബ്രോൺ സഭയിലെ ഒരു അംഗമാണ്. ഈ 6 റൗണ്ടിലും എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സൂസൻ നൈനാൻ. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. IPC താബോർ പൂന്തുരുത്തി ചർച്ചിൻ്റെ സഭാംഗമാണ്. എനിക്ക് ഒരു മകനും കുടുംബവുമുണ്ട്. ഒരു കുഞ്ഞുങ്ങൾ അവർ UK-ലായിരിക്കുന്നു. എനിക്കും ഈ 6 റൗണ്ട് വരെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും എല്ലാവർക്കും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു. നമ്മുടെ സ്കോർ കീപ്പേഴ്സും ജഡ്ജസുമായിട്ട് തിരിക്കുന്നത് മിസ്സസ് രാജയാണ്. കഴിഞ്ഞ സ്റ്റേജിലൊക്കെയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയ ഭഗ്നിയും കൂട്ടുവേലക്കാരിയും ഈ ശുശ്രൂഷ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട രാജിയും ഞാൻ ഇപ്പോൾ ഈ എപ്പിസോഡിലേക്ക് കർത്താവ് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ടുള്ളത് മിസ്സസ് ശോഭയാണ്. ദീർഘവർഷങ്ങളായിട്ട് എന്നോടൊപ്പം ഈ ശുശ്രൂഷ പ്രവർത്തിക്കുന്നു. അബുദാബിയിൽ നിന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുവാനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. മിസ്സസ് ശോഭയുടെ ഭർത്താവ് മിസ്റ്റർ മോഹൻ ദീർഘവർഷം എന്നോടൊപ്പം ഈ ശുശ്രൂഷ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബഹുമാന്യ വ്യക്തിയാണ്. ശുശ്രൂഷയ്ക്ക് ഒരുപാട് പ്രിയപ്പെട്ടവനും എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം പുലർത്തിയ വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം കർത്തൃസന്നിധിയിലാണ്. അപ്പോൾ ആ ഒരു തലത്തിലും ശോഭ ഇവിടെ കടന്നു വരുവാനും ഇതിനൊരു ഭാഗമായി തീരുവാൻ തക്കവണ്ണം കാണിച്ച ശുഷ്കാന്തിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശോഭയും ഈ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. അടുത്തതായിട്ട് എല്ലാ പ്രേക്ഷകരുമാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇത് വീക്ഷിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഭവമാക്കുവാനും അനേകർക്ക് അനുഭവമാക്കി കൊടുക്കുവാനും ദൈവവചനം പഠിക്കുവാനും മനസ്സിലാക്കുവാനും അനേകർക്ക് ദൈവവചനത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുവാനും തക്കവണ്ണം ദൈവം ഈ എളിയ ശുശ്രൂഷയ്ക്ക് മുഖാന്തരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ടാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു ജോളി ജയകുമാർ. ഇസാബേലിൻ്റെ ഭീഷണിയെ തുടർന്ന് ഏലിയാവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ദൈവത്തോട് പറയാനിടയായി, എൻ്റെ ജീവൻ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞ് ചൂരച്ചെടിയുടെ ചത്തണലിൽ താൻ നിരാശനായും ഭയപ്പെട്ടും അവിടെ ഒളിച്ചിരിക്കുവാനിടയായി. എന്നിട്ട് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഏലിയാവിനെ അവിടുന്ന് സാരഫാത്തിലെ വിധവയെ കെരീത്ത് തോട്ടിലേക്ക് അയച്ചു. അവിടുന്ന് കെരീത്ത് തോട്ടിലേക്ക് അയച്ചു. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. താങ്കളുടെ മറുപടി, ഏലിയാവിനെ ചൂരച്ചെടിയൊക്കെ തടഞ്ഞ് കിടന്നു, അത് കഴിഞ്ഞിട്ട് കെരീത്തിൻ്റെ തോട്ടിലേക്ക് അയച്ചെന്നല്ല എന്നോട് പറഞ്ഞത്. ആണോ മിസ്റ്റർ പോൾസൺ? കേട്ടോ, കേൾക്കോട്ടോ, അങ്ങനെയല്ലേ പറഞ്ഞത്? യെസ്. അപ്പോൾ താങ്കളുടെ മറുപടിയിൽ 2 കാര്യം. ഒന്നാമത്തെ കാര്യം, ഇത് കേട്ടപ്പോൾ ജീവരക്ഷയ്ക്കായിട്ട് അവൻ ഓടി 1 ദിവസത്തെ വഴി ചെന്നു. ബെർശബ മരുഭൂമിയിലാണ് ചെന്നത്. ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിക്കുവാൻ ഇച്ഛിച്ച് എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചു. ചൂരച്ചെടിയുടെ തണൽ കിടന്നുറങ്ങി. കെരീത്തിൻ്റെ തോട് അവിടെ വരുന്നതേ ഇല്ല. അതിനുശേഷവും ഇല്ല. പിന്നെ ആ തെറ്റിലേക്കാണ് പോകുന്നത്. സാരഫാത്തിലേക്കാണ് അയച്ചത്. സാരാഫാത്തിലേക്കും അല്ല പോയത്. സൂസൻ അങ്ങനെയാണോ? സാരാഫത്തിലാണോ പോയത്? പറ. അല്ലെന്ന് പറഞ്ഞു. പോൾസൺ എന്താ പറയുന്നു? അല്ല,
ഞാൻ ചോദിക്കുന്ന വിഷമമില്ലല്ലോ? ഇല്ല ഇല്ല. ഇല്ല, പ്ലീസ്. അല്ല. അല്ല. ഒന്നാമത് ഉറങ്ങിക്കിടന്നപ്പോൾ ദൂതൻ വിളിച്ചുണർത്തി, ഭക്ഷണം കൊടുത്തു. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങി, വീണ്ടും ഉണർത്തി. എന്നിട്ട് ആ ബലം കൊണ്ട് 40 രാവും 40 പകലും ഉപവസിച്ചുകൊണ്ട് ഹോരേബിലേക്ക് ചെന്നു. അവിടെ ദൈവത്തിന് വേണ്ടി കാത്തിട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. സാരാഫാത്തും കിരീത്തും ഒക്കെ ഒരുപാട് ദൂരെ. ഓക്കെ, ഞാൻ പറഞ്ഞത് ശരിയാണ്? അല്ലെങ്കിൽ ഇവിടെ വായിക്കാം നമുക്ക്. 1 രാജാക്കന്മാർ 19:4 അപ്പോൾ ആക്ച്വലി 4 ഉത്തരങ്ങളാണ് വരേണ്ടത്. എങ്കിലും ജോളി ആദ്യത്തെ 2 ഉത്തരം ശരിയായിട്ട് പറഞ്ഞു. അവസാനത്തെ ഉത്തരമാണ് തെറ്റിപ്പോയത്. അപ്പോൾ അത് ബേസ് തന്നെ ആ രീതിയിലാണ്. എങ്കിലും ഷീ ഗെറ്റ്സ് 3 മാർക്സ് ഫോർ ദാറ്റ്. 3 മാർക്സ്. മിസ്റ്റർ പോൾസ്, ശമരിയയിൽ അടക്കപ്പെട്ട ആദ്യത്തെ രാജാവ് ആരാണ്? ഒമ്രി. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. ഒമ്രി ആരാണ് പറയാമോ? ഇസ്രായേലിലെ രാജാവ്. അതാണ് ഞാൻ രാജാവിനെ അടക്കിയെന്ന് ചോദിച്ചപ്പോൾ ഒമ്രിയാന്ന് പറഞ്ഞപ്പോൾ രാജാവ് തന്നെ ഞാൻ മനസ്സിലാക്കണം. ആരാണ്? ഹുയ്സി? എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടോ? മക്കളുണ്ടോ? കൊച്ചുമക്കളുണ്ടോ? ആരുടെ അപ്പനാണ്? ആരുടെ മകനാണ്? ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ല, മൈനസൊന്നുമില്ല കേട്ടോ, ധൈര്യമായിട്ട് പറഞ്ഞു. ഒമ്രി ശമരിയമല 2 താലന്ത് വെള്ളിക്ക് ആഹാബിൻ്റെ പിതാവാണ്. ദാറ്റ്സ് ദ ആൻസർ. All right? So, 5 marks for Mr. Paulson. അടക്കപ്പെട്ട ആദ്യത്തെ രാജാവ് ആരാന്ന് ചോദിക്കുമ്പോൾ ഒമ്രി. ഒമ്രി ആരാണെന്ന് ചോദിക്കുമ്പോൾ രാജാവ്. ഓൾ റൈറ്റ്, മനസ്സിലായല്ലോ? ക്ലിയർ ചെയ്യാണ്. ഓൾ റൈറ്റ്. സൂസൻ നൈനാൻ. ഏറ്റവും അധികം കാലം യഹൂദ ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ രണ്ടാമൻ ആരായിരുന്നു? എത്രാമത്തെ വയസ്സിലാണ് രാജാവായത്? എത്ര വർഷം ഭരിച്ചു? ഉസിയാവ്. ഉസിയാവാണ് രണ്ടാമത് ഭരിച്ച. ഹസിയാവെന്നും ഉസിയാവെന്നും പേരുള്ള. വളരെ ശരിയാണ്, ഞാനത് സമ്മതിക്കുന്നു. ബാക്കി ആരും കൊണ്ടോ പറഞ്ഞാട്ട്? 16-ാമത്തെ വയസ്സിലാണ്. വളരെ ശരിയാണ്, ഞാൻ അതും സമ്മതിക്കുന്നു. 52 വർഷം ഭരിച്ചു. Exactly the right answer. 5 marks for Susan Nainan without any doubt. Right. That brings us to the close of the Old Testament round. And the marks are very. Mrs. Jolly Jagumar gets 3 marks. Ms. Jolly Jagma gets 3 marks. Mr. Paulson 5. Mr. Paulson 5. And Mrs. Susan 9 and 5. Ms. Susan Nainan 5. Right? ആത്മവിവശനായി യോഹന്നാൻ പത്മോസിൽ വെച്ച് കണ്ട ദർശനത്തിൽ സ്വർഗത്തിൽ എത്ര സിംഹാസനങ്ങൾ കണ്ടു? 25. Exactly the right answer. 5 marks for Susan Nainan. പോൾസിന്റെ ചിരി കണ്ടാൽ തന്നെ ഒരു ആശ്വാസമാണ്. യെസ്, റെഡി. വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് പൗലോസിനെ വിലക്കിയ സ്ഥലമേത്? ആസ്യ. 5 marks for പോൾസൺ. ഞാൻ പറഞ്ഞാൽ ഈസി ക്വസ്റ്റ്യനാണ്. ഞാൻ ജോലി കൂടെ ഒരു ഈസി ക്വസ്റ്റ്യൻ കൊടുക്കണം. മൂന്നാമത്തെ ചോദ്യം ജോലിയോടാണ്. പത്രോസ് തനിക്ക് മകനായവൻ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? മർക്കോസ്. 5 marks. Easy question. Please give me the score. Jolly Jagumar gets 5 marks. Jolly Jaguma gets 5 marks. Paulson PK gets 5 marks. Paulson PK gets 5 marks. Susan Nainan gets 5 marks. Susan Nainan gets 5 marks. Yes. Next is the Christian focus round. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരങ്ങൾ പോലെയും 1000 സംവത്സരങ്ങൾ ഒരു ദിവസം പോലെയും ആകുന്നുവെന്ന് പ്രസ്താവിച്ചത് ആരാണ്? പത്രോസ്. ശരിയായ ഉത്തരമാണ്. 5 marks for പോൾസൺ പി കെ. അടുത്ത ചോദ്യം സൂസനോടാണ്. കർത്താവിൻ്റെ മുൾക്കിരീട ധാരണം പ്രതിപാദിക്കാത്ത സുവിശേഷം ഏത്? പാസ്. Yes, next chance is for Jolly Jaykumar. മർക്കോസ്. -1 mark for Jolly. And Paulson BK is your chance. യോഹന്നാന്റെ സുവിശേഷം. -1 mark. ഇനി 2 സുവിശേഷമേ ഉള്ളൂ ബാക്കി.
ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ മുൾക്കിരീട ധാരണത്തെക്കുറിച്ച് ഇല്ല. അടുത്തത്, മയിലുകളെ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന രാജാവാര്? ശലോമോൻ. Correct. 5 marks for Jolly Jayagumar. And so that brings us to the close of a Christian focus round. Please give me the scorecard. Mrs. Jolly Jayagumar 4 marks. Mrs. Jolly Jayagumar gets 4 marks. Mr. Paulson 4 Mr. Paulson gets 4 marks. and Susan Nainan nil. Mrs. Susan Nananil. അഞ്ച് ക്വസ്റ്റ്യനാണ്. ഓരോ ക്വസ്റ്റ്യനും ശരിയാണെങ്കിൽ 2 മാർക്ക്, തെറ്റാണെങ്കിൽ -1. ഓൾറൈറ്റ്. 2 ഭാഗങ്ങളുള്ള ചോദ്യമാണ്. ചോദിക്കുന്ന ചോദ്യത്തിൻ്റേതായിട്ടുള്ള ആ ഭാഗമാണ് ആദ്യമേ പറയേണ്ടത്. കൃത്യമായിട്ടുള്ള മറുപടി ആയിരിക്കണം. റെഡി? ലാമക്കിൻ്റെ ആയുഷ്കാലം എത്ര? അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ പേരുകൾ എന്താ? ആയുഷ്കാലം 777. റൈറ്റ്, വെരി റൈറ്റ്. 777 വർഷം. ഭാര്യമാരുടെ പേരുകൾ? ആദാസില്ല. കറക്റ്റ്. ഗെറ്റ്സ് 2 മാർക്സ് ഫോർ ദാറ്റ്. വളരെ ഈസിയാണ്. ദാനിയേലിൻ്റെ കൽദയ നാമം എന്താണ്? ബേൽത്ത്ശസ്സർ. ബേൽത്ത്ശസ്സർ. കറക്റ്റ്. 2 മാർക്സ് ഫോർ ജോളി. റെഡി? തുടങ്ങുന്നതിന് മുമ്പേ പ്രസ് ചെയ്യാം കേട്ടോ. ഇത്ര റൈറ്റ്. എന്നെ നോക്കിയിട്ട് കാര്യമില്ല, മെഷീനൊന്നും ഒരു കുഴപ്പമില്ല. റൈറ്റ്. രാത്രിയിൽ ശമൂലിനെ എത്ര പ്രാവശ്യം ദൈവം വിളിച്ചു? യെസ്, പോൾസൺ. 4 പ്രാവശ്യം. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. 2 മാർക്സ് ഫോർ പോൾസൺ പി കെ. റൈറ്റ്. അടുത്ത ചോദ്യം, സൂര്യരഥങ്ങൾ തീയിലിട്ട് ചുട്ടുകളഞ്ഞ രാജാവാരാണ്? യെസ് ജോളി. യോശിയാവ്. കറക്റ്റ്. 2 marks for Jolly. The last question. ദശാംശം കൊടുക്കാമെന്ന് ആദ്യമായി നേർച്ച നേർന്ന വ്യക്തി ആരാണ്? എവിടെ വെച്ചാണ് നേർന്നത്? യെസ് ജോളി, ചാൻസ്. യാക്കോബ്. യാക്കോബാണ് ഉത്തരം. പകുതി ശരിയാണ്. ലൂസ് എന്ന ബഥേലിൽ വെച്ച്. കറക്റ്റ്. ലൂസ് എന്ന വിധയിൽ വെച്ച് യു ഗെറ്റ് 2 marks for that. Right? All right. So that brings us to the close of the Bible bumper round. Will you please give me the scorecard? Jolly Jayagumar gets 8 marks. Jolly Jayagumar gets 8 marks. Paulson PK gets 2 Paulson PK gets 2. and Susan Nainan gets nil. And Susan Nayan gets nil. All right. നമ്മുടെ പുതിയ റൗണ്ടാണ്, ബൈബിൾ മ്യൂസിക് റൗണ്ടാണ്. അത് ആരംഭിക്കുന്നത് ജോളിയിൽ നിന്നാണ്. റൈറ്റ് സൂസൻ? റെഡി? ഇതിന് ബസറൊന്നുമില്ല കേട്ടോ. ടേക്ക് യുവർ ടൈം. യഹോവയുടെ പെട്ടകം ദാവീദ് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആരാണ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത്? കെനന്യാവ്. കറക്റ്റ് ആൻസർ. യെസ്, യു ഗെറ്റ് 5 marks for that. കെനന്യാവാണ് ചിട്ടപ്പെടുത്തിയത്. And the second question goes to Paulson PK. യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, ആമേൻ ആമേൻ എന്ന് അവസാനിക്കുന്ന സങ്കീർത്തനം ഏത്? സൂസൻ? പാസ്. പറയൂ ജോളി. പാസ്. 89-ാം സങ്കീർത്തനം ഒന്ന് വായിക്കണമല്ലോ. യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, ആമേൻ ആമേൻ. Amen. Right. So that's the answer. Nobody gets any mark. Okay. And the last question to Susan Nanan. Long question ആണ്. കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. യഹോവ എന്നെ രക്ഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ആയുഷ്കാലം മുഴുവനും യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോടെ എൻ്റെ ഗീതങ്ങൾ പാടുമെന്ന് ആരാണ് പറയുന്നത്? കോരഹപുത്രന്മാർ. -1 mark for Susan. Next chance is for Jolly Jayagumar. ഹിസ്കിയാവ്. Correct answer, ഹിസ്കിയാവാണ്.
4 marks for Jolie. യെശയ്യാവ് 38:20. So that brings us to the close of the music round. ഈ മ്യൂസിക്കൽ റൗണ്ടിൻ്റെ മാർക്സ്. Jolly Jayakumar gets 9 marks. ജോളി ജയകുമാർ gets 9 marks. Paulson PK nil. പോൾസൺ PK nil. And Susan Nainan gets -1. Mrs. Raji, will you please announce the winners and the marks? First prize goes to Mrs. Jolly Jayakumar. Jolly Jayakumar gets the first prize with 29 marks. Yes. And the second prize goes to Mr. Paulson. Second prize goes to Mr. Paulson PK, 16 marks. 16 marks. And Mrs. Susan gets the consolation And prize. Mrs. Susan goes to the consolation prize. Right, thank you. And now we go for the prize distribution. ഈ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. കർത്താവിൻ്റെ സാക്ഷികളായിട്ട് പ്രവർത്തിക്കുവാനും ദൈവവചനം അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാനും അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുവാനും എളിയ ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നാം ഇവിടെ ഇന്ന് ഇത് പൂർണ്ണമാക്കുകയാണ്. നന്ദി, നമസ്കാരം.